ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലിൻ നീയുടെ വിഷമമൊക്കെ മാറാൻ വേണ്ടി അവളെ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ കൊണ്ടുപോകുന്നത് വരെയാണ്. അവർ രണ്ടുപേരും എന്നിട്ട് ഒരുപാട് ഗെയിമൊക്കെ കളിക്കും. ലിൻ റേസിങ് ചെയ്യുമ്പോൾ നീ അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ അവൻ തോൽക്കും ചെയ്യും. അതൊക്കെ കണ്ട് അവൾ ചിരിക്കുന്നുണ്ടാവും. അത് നോക്കി അവനും ചിരിക്കും. പിന്നീട് അവർ മൂവിക്ക് പോകുമ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അവൻ മേടിച്ചു കൊടുക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് വേറൊരു കപ്പിളിന് അസൂയാവും. കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതൊക്കെ കേട്ട് ഇവർ രണ്ടുപേരും കൂടി ചിരിച്ച് മൂവി കാണാൻ പോകും. അങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല മൂവിയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നീ കാണാതിരിക്കുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾക്ക് ഉറക്കം വരും. അവൾ എന്നിട്ട് ലിന്നിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അവൾ അവൻ്റെ തോളിൽ കിടക്കണതും അവൻ പിന്നെ സിനിമ കാണൽ നിർത്തും. അവൻ മൊത്തം അവളെ മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. അവൻ ചുറ്റുമൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ചുറ്റുമുള്ളവരൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നിട്ട് വേറെ കപ്പിൾസ് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ടാവും. മൂവിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നീ ചോദിക്കും, എനിക്ക് മൂവി കാണാൻ പറ്റിയില്ല, അതിൻ്റെ കഥ എന്താ, ഞാൻ ഉറങ്ങുക കാരണം കൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ ഹീറോ അവൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് ബാക്കിൽ വരുന്ന കപ്പിൾസ് പറയുന്നുണ്ടാവും, നിൻ്റെ ബോയ് ഫ്രണ്ടിന് എന്തായാലും ചുറ്റുള്ള രണ്ട് കാര്യങ്ങളും ഒപ്പം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ. നീക്കത് കേട്ടൊന്നും മനസ്സിലാവില്ല. ലിന്നിന് ചിരി വരും. പിന്നീട് അവർ രണ്ടുപേരും ഒരു ഡിന്നറിന് പോവും. അവിടെ ഷങ്സുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവും. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലേക്ക് പോവും. നീ അവിടെ ഒരു റൂമിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ലിൻ വേറൊരു ഹോട്ടലിൽ വേറെ റൂമിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അങ്ങനെ നീനെ റൂമിലേക്കാക്കിയിട്ട് ലിൻ അവിടെ നിന്ന് പോവും. എന്നിട്ട് അവർ രണ്ടുപേരും രാത്രി ചാറ്റ് ചെയ്യും. അവൻ അവൻ്റെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂവും ഇവളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂവും അയച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കുറേ നേരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നീക്കാണെങ്കിൽ അവസാനം ഉറക്കം വരുന്നുണ്ടാവും. അപ്പോൾ അവൾ ഇനി ഗുഡ് നൈറ്റ് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഗുഡ് നൈറ്റ് പറയും. അപ്പോൾ അവൻ നാളെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ കറക്റ്റ് സമയത്ത് നീയും റെഡിയായി നിൽക്കുമെന്ന് പറയും. അവൾ ഓക്കെ പറഞ്ഞ് അവനായിട്ടുള്ള മെസ്സേജ് കട്ട് ചെയ്യും. എന്നിട്ട് അവൾ നേരെ ഷങ്സുവിൻ്റെ മെസ്സേജ് എടുത്ത് നോക്കും. ഷങ്സു ആണെങ്കിൽ ഈ സമയത്ത് ഒരു ബാറിലായിരിക്കും. അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ മുന്നേ എത്ര കാലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ലവ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ അവൻ ആലോചിക്കും. പിന്നെ ലിന്നിൻ്റെ കൂടെയുള്ള കാര്യങ്ങളും ആലോചിക്കും. നീ ആണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും. അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കുറേ സമയമായി കാണുമ്പോൾ അവൾ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവും. അവൾ പുറത്തെത്തുന്നതിന് മുന്നേ തന്നെ ലിൻ അവളെ കോൾ ചെയ്തിട്ടുണ്ടാവും. അവൾ ചെന്ന് നോക്കുമ്പോൾ ലിൻ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. അവനെ നോക്കി അവൾ കുറച്ച് നേരം നിന്ന് പോവും. ഒരു ചെറിയ രീതിയിലുള്ള ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടാവും. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കായിരിക്കും. അവൻ്റെ ഫുഡ് കൂടി അവൾ മേടിച്ച് കഴിക്കുന്നുണ്ടാവും. ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ നേരത്തെ വന്നെന്ന് ലിൻ പറയും. അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിന് പോകാൻ നിൽക്കും. നീ എന്നിട്ട് ലിനിൻ്റെ അടുത്ത് പറയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് നിന്നോളുണ്ടോയെന്ന്. എന്നിട്ട് അവർ കാറിൽ കയറാൻ പോകുമ്പോഴാണ് അവൻ പുതിയ കാർ കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതെന്താ വേറെ കാറെന്ന് അവൾ ചോദിക്കുമ്പോൾ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കണ്ടേന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കും. എന്നിട്ട് അവളെ കാറിൽ കയറ്റിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോ വെറുതെ ഈ സമയത്തൊക്കെ ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഓഡിറ്റോറിയത്തിലെത്തും. അവിടെ എത്തുമ്പോൾ നേരെ ഷങ്ങിനെയും റങ്ങിനെയാണ് കാണുക. അപ്പം നീയുടെ അടുത്ത് അവൾ ഫ്രണ്ട് പറയും, അതൊന്നും നീ കാര്യമാക്കണ്ടാന്ന്. പിന്നീട് ലിൻ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് ക്യാഷൊക്കെ കൊടുക്കും. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ കൊടുക്കാമെന്നൊക്കെ നീ പറയും. നീ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കൊടുത്തില്ല, അതേപോലെ തന്നെ ഇതൊന്നും പറഞ്ഞിട്ട് അവൻ കൊടുക്കും. അങ്ങനെ അവർ ഫ്രണ്ട്സിന് കുറേ കാശൊക്കെ കൊടുക്കും. അവളുടെ ഫ്രണ്ട്സും നേരത്തെ കല്യാണം കഴിക്കണതുകൊണ്ട് കുറച്ച് ടൈറ്റിലായിരിക്കും. അവർക്ക് ആ കാശ് കിട്ടിയത് ഒരുപാട് ഉപകാരമായിട്ടാണ് തോന്നുക. അവളുടെ ഫ്രണ്ട് അവളുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. എന്നിട്ട് രണ്ടുപേരും കൂടി ഹഗ് ചെയ്യും. ലിന്നിന് അത് കാണുമ്പോൾ സന്തോഷമാവും. പിന്നീട് അവരെല്ലാവരും കൂടി ഒരു ടേബിളിൽ പോയിരിക്കും. അപ്പോൾ ലിന്നിനെ പിടിച്ച് ഒരു ഫ്രണ്ട് അടുത്തിരുത്തും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചറിയാൻ പോകാമെന്ന് പറയും. അപ്പം നീ ആണെങ്കിൽ എന്തായാലും ലിന്നിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചോ എന്ന് പറയും. ലിൻ എന്നിട്ട് അവളുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനെന്ത് പറയാനാ, നമ്മൾ തമ്മിലൊന്നുമില്ലല്ലോ എന്നൊക്കെ നീയുടെ അടുത്ത് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞ അടിപൊളിയായി നിൽക്കാമെന്ന്, പിന്നെന്താന്ന് ലിന്നിൻ്റെ അടുത്ത് അവൾ ചോദിക്കും. അപ്പോൾ ചുറ്റുള്ളവർ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇപ്പം എന്തിനാ സ്വകാര്യം പറയണമെന്ന്. അപ്പോൾ അടുത്ത് രണ്ട് ചേരുണ്ടാവും. അപ്പോൾ അതായിരിക്കാമെന്ന് ചോദിക്കുമ്പോൾ അത് ഷങ്ങിനും റങ്ങിനും ആണെന്ന് പറയും. അപ്പോൾ നീയുടെ ഫേസ് മാറും. ഇത് ലിൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഷങ്ങിനെ നീ നോക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവൻ നോക്കുന്ന സമയത്ത് തന്നെ അവൾ മുഖം തിരിക്കും. ലീ ആണെങ്കിൽ ആ സമയത്ത് അവളെ കംഫർട്ടാക്കുന്നുണ്ടാവും. പിന്നീട് ഇവരുടെ അടുത്ത് റങ്ങ് വന്നിരിക്കും. എന്നിട്ട് കമ്പനിയുടെ CEO നിൻ്റെ മുത്തശ്ശനല്ലേ എന്നൊക്കെ ലിനിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ആണ് എല്ലാവർക്കും മനസ്സിലാവുക ലിന് ഇത്ര വലിയ പണക്കാരനാണെന്നൊക്കെ. നീയുടെ അടുത്ത് നിന്നിട്ട് നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് ഷാങ്ങായിലുണ്ടല്ലോ, ഞാൻ ഷാങ്ങായിലാണ് വർക്ക് ചെയ്യണത്, നീ എന്താ അവിടെ വർക്ക് ചെയ്യാതെ വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്തെന്നൊക്കെ ചോദിക്കും. പക്ഷെ അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. അപ്പോൾ തന്നെ അവിടെ ഷങ്ങും വന്നിരുന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ലിനിൻ്റെ അടുത്ത് ലവ് സ്റ്റോറിയൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ ലവ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഷങ്ങിന് നല്ല ദേഷ്യം വരും. പിന്നീട് എല്ലാവരും കൂടി വൈൻ കുടിക്കുന്ന സമയത്ത്
നീയുടെ കയ്യിലേക്ക് അവൻ വൈൻ ഒഴിക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.